ഇപ്പോൾ ചന്ദ്രഗിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ ആണെങ്കിൽ ഫുള്ള് ഒരു കേബിൾ കാട്ടിൽ തന്നെ വലിയൊരു മലയുടെ മുകളിൽ കൊണ്ടുപോകാൻ പറയുന്നത്. അപ്പോൾ ആ വലിയ മലയുടെ മുകളിൽ പോകാനായിട്ട് ഞാനിപ്പോൾ നിൽക്കും. ഇവിടെ ഭയങ്കര റഷ് കണ്ട് കണ്ടില്ലേ, ഫുൾ റഷാണ്. പക്ഷേ നമ്മളവിടെ പോകുമ്പോൾ കാര്യങ്ങൾ തെറ്റിയും നമ്മൾ തിരിച്ചു വരും. എല്ലാം റെഡിയാക്കി നമ്മുടെ കാര്യങ്ങൾ നോക്കട്ടെ. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് സെറ്റാക്കി നിൽക്കുക. പ്രോബ്ലമാണ്, സെറ്റാക്കുവാണ്. ശനിയാഴ്ചയാണ് എന്തോ റഷ്യാണെന്ന് തന്നെ എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ കൂടെ വന്നൊരു പുള്ളിക്കാരനൊരു എക്സ് മിലിറ്ററി ആണ്. ഇവിടുത്തെ എന്ന് വെച്ചാൽ നേപ്പാളി എക്സ് മിലിറ്ററി ആയിരുന്നു പുള്ളിക്കാരനെ. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ കാര്യങ്ങൾ തെറ്റാൻ. പുള്ളിക്കാരനൊരു നൈസ് മനുഷ്യനാണ്, അടിപൊളി മനുഷ്യനാണ്. പുള്ളിക്കാരൻ കുറേ കാര്യങ്ങൾ തെറ്റി തന്നു. ഇവിടെ കാര്യങ്ങളെല്ലാം പുള്ളിക്കാരനാണ് റെഡിയാക്കുന്നത്. ഞാൻ കാണിച്ചു തരാം പുള്ളിക്കാരനെ. സോ ഞാനിപ്പോൾ കയറിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇങ്ങോട്ട് കയറിയാണ്. പുള്ളിക്കാരനാണെങ്കിൽ അവിടെ നിൽക്കുക. ഞാനിപ്പോൾ ഇങ്ങോട്ട് കയറി. എനിക്ക് അവിടെ അവസ്ഥ ഒന്നും ആയിട്ടില്ല. പുള്ളിക്കാരൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അവിടെ പോയി നേരെ കാര്യങ്ങൾ നോക്കുക, കുറച്ച് കാര്യങ്ങൾ കാണുക. അവിടെ ഒരുപാട് ടെമ്പിൾസ് ഒക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ, എല്ലാം കാണിച്ചു തരാം. ഞാൻ എന്താ ഇപ്പോൾ ഇവിടെ കയറിയിട്ടുണ്ട്, കേബിൾ കാട്ടി കയറിയിട്ടുണ്ട്. സാധനം നല്ല പോയി പോകുന്നുണ്ട്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാരുണ്ട്, ഇത്ര ആൾക്കാരെല്ലാവരും ഒരു വേറെ എന്തൊക്കെ പറയുന്നുണ്ട്. പോട്ടോ വൈബണ്ടില്ലേ, ബാക്കിൽ ഭയങ്കര സീനാണല്ലോ. ഇത് പച്ചപ്പ് കാര്യങ്ങളെല്ലാം സെറ്റാണ്. കല്ല് പോകുന്നില്ല ഓക്കെയാണ് സാധനമൊക്കെ ഓക്കെ. നേരെ പോയിക്കൊണ്ടിരിക്കുക. ഇനി എവിടെ വരെ പോകുന്ന എനിക്കറിയത്തില്ല. പോകുന്നിടം വരെ നമ്മൾ പോവാണ്. ആ പൊക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. ഉള്ളോട്ട് പോവാണ്. എന്താ ഉള്ളു നല്ല വൈബാക്കിയാ പറയുന്നത്. നോക്കട്ടെ മുകളിലത്തെ വൈബ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പൊക്കോണ്ടിരിക്കുക. മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഐ കാൻ സീ എനിത്തിങ് ബ്രോ. ലൈക്കട്ടിൽ മൊത്തത്തിൽ ഫോഗ് അടിച്ചിരിക്കുകയാണ്. ഫോഗാണ് മൊത്തത്തിൽ അടിച്ചിരിക്കുകയാണ്. മുകളിലെത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കാണാൻ പറ്റുമായിരിക്കും. ഐ തിങ്ക് നോക്കാം. കാണുന്നത് നമുക്ക് അടിച്ച ഇതിനിടയ്ക്ക് വെച്ച് ലൈവ് പോകാനായിട്ട് നോക്കി. പക്ഷെ നടന്നില്ല. ഇവിടെ റേഞ്ച് കാര്യങ്ങളൊന്നും കിട്ടുന്നൊന്നുമില്ല. പക്ഷേ മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. പിന്നെ പൊയ്ക്കൊണ്ടിരിക്കുക. എനിക്ക് 15 മിനിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടുന്ന് 15 മിനിറ്റ് ഇവിടെ കാണുമായിരിക്കും. 15 മിനിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. നോക്കാം നമുക്ക്. മുകളിലോട്ട് പോകുന്നവർ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇവിടുത്തെ ഈ അവസ്ഥ ഇതായോണ്ടായിരിക്കും ഒന്നും കാണാൻ പറ്റുന്നില്ല. കണ്ടില്ലയോ, ഫുള്ള് മഞ്ഞ് പെയ്ത് ഇങ്ങനെ നിൽക്കുക. ഒന്നും കാണാൻ പറ്റത്തില്ല. പുറത്തോട്ട് ഞാൻ വേണമെങ്കിൽ കാണിച്ചത് അതാ എത്തി കേട്ടോ. എന്റെ പോലെ കറക്റ്റ് ടൈമിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ആണ്ടാ ഈ സ്ഥലത്ത് എത്തി. എന്റെ അളിയാ ഇവിടുന്ന് എത്തി. കറങ്ങിയാണ്ട് ഇറങ്ങട്ടെ. ചില ഇവിടെ വന്ന് ഇറങ്ങിയതാണ്ട്. ഇവിടെ ഫുള്ള് എൻ്റെ പോലെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇവിടെ മൊത്തം മഞ്ഞ് മൂടിക്കിടക്കും. എന്തെങ്കിലും കാണാൻ പറ്റുന്ന തന്നെ വലിയ ഭാഗമായിട്ട് ആണ്ടെ ഇത്ര കാണാൻ പറ്റുന്നുള്ളൂ. ഇവിടേക്ക് ആണ്ടെ പുറത്തോട്ടൊക്കെ ഒക്കെ അവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇപ്പം ഈ ഒരു ഇത് വെച്ചിട്ട് എന്നെ മാത്രമേ ഇപ്പോൾ കാണാൻ പറ്റുന്നുള്ളൂ. എന്നെ ഇങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ. വേറെ ഒന്നും അങ്ങനെ നല്ല കാണാൻ പറ്റുന്നൊന്നുമില്ല കേട്ടോ. അവിടെ കാട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലും എനിക്ക് കാണാൻ പറ്റുന്നില്ല. നല്ല മഞ്ഞാണ്, നല്ലൊരു ഇതാണ്. അവിടെ ഞാൻ മുകളിലോട്ട് പോയിട്ട് വെക്കാനെല്ലാം അവിടെ കാണിച്ചു തരാം. അല്ല മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുക. മുകളിലോട്ട് കയറി കഴിയുമ്പോൾ താഴെ കുറച്ച് പോപ്കോൺ മേടിച്ച് സെറ്റാക്കി മുകളിലൊരു പടം കാണുന്നതിനോട്ട് ഞാൻ നേരെ കയറി പോയിക്കൊണ്ടിരിക്കുക. കാണട്ടെ, പടമെല്ലാം കാണാം. ചേന ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്നാണ് മുകളിൽ കയറി വന്നപ്പോഴത്തേക്ക് ഇവിടെ മറ്റേ നമ്മുടെ ലോക്കൊക്കെ ഇടത്തില്ല, മറ്റേ ലോക്കിട്ട് ഇവിടെ ഇരിക്കുന്ന വിഷ് ചെയ്യുന്ന എന്തെങ്കിലും സംഭവം തോന്നുന്നു. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ ഒന്ന് ഇഷ്ടം പോലെ പൂട്ടിട്ട് പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എല്ലാത്തിലും പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടും വലിയ ആഗ്രഹങ്ങളെങ്ങാണ്ട് സാധിക്കാനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുക, ലോക്ക് ചെയ്ത് വെച്ചേക്കുക. കുറേ ഉണ്ട്. അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് കണ്ട സാധനം കുറേ ഉണ്ട്. ഇനി ലോക്ക് കെട്ടാനും ബാക്കി സ്ഥലങ്ങളുണ്ട്. ബാഗിൽ പൂട്ടിരിപ്പുണ്ട്. അത് ഞാൻ എടുത്തില്ല, അല്ലെങ്കിൽ കേട്ട് വെച്ചാൽ പൂട്ട് മേടിച്ചോട്ടാന്ന് വയ്യ. ഇനിയുണ്ട് ആൾക്കാരെല്ലാം ഇവിടെ പൂട്ട് കെട്ടുകയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ മൊത്തം പൂട്ടാൻ തോന്നുന്നു കേട്ടോ.
ഇവിടെയും പൂട്ട്, അവിടെയും പൂട്ട്. അങ്ങോട്ട് എന്തോ എനിക്കറിയത്തില്ല. രണ്ട് ആന എന്തെങ്കിലും കാണാൻ പറ്റുന്നു, ഒന്നും കാണാൻ പറ്റുന്നില്ല. രണ്ടിലോ ഇവിടെയും പൂട്ട്, എല്ലായിടത്തും പൂട്ട്. ലോക്കാണെന്നാ പറയുന്നത്. ലോക്കാണെന്നാ പറയുന്നത്. നമുക്കെന്താ ലോക്കല്ലേ. പുറത്തുനിന്ന് വന്ന് ആണ്ട് ഇവിടെ കുറേ കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ടീഷർട്ട് സംഭവങ്ങൾ ഉണ്ടോ, കത്തി ഫ്ലാഗേഴ്സൊക്കെ ഇഷ്ടംപോലുണ്ട്. മേപ്പിൾ ഫ്ലാഗുണ്ട്, സംഭവങ്ങളൊക്കെ ഉണ്ട്. ഉണ്ടോ സാധനമൊക്കെ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വേറെ സ്ഥലം കാണിച്ചു തരാം. അവിടെ ആണെങ്കിൽ ഇഷ്ടംപോലെ വേറെ ഇഷ്ടംപോലെ അടിപൊളി സാധനങ്ങൾ ഞാൻ അവിടെ കണ്ടായിരുന്നു. വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചുകൊണ്ടിരാം. ഇതിൻ്റെ ഒരു എന്തോ ടെമ്പിളാണ്, ഫുള്ള് മഞ്ഞാണ്, കറക്റ്റായിട്ട് കാണാൻ പറ്റും. പക്ഷേ എന്തോ കാണാൻ പറ്റത്തില്ല. ഏതോ ശിവൻ ടെമ്പിളാണ്. ഇതൊക്കെ ഉണ്ട് കേട്ടോ. കേട്ടോ ഇത് പിന്നെ എന്തോ വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന സംഭവം. എനിക്കൊന്ന് മലയുടെ ഇവിടെ നോക്കിയോ വെള്ളം വരുന്നൊരു പരിപാടിയാണിത്. ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു എല്ലാം കാണിച്ചുകൊണ്ട് ഇപ്പോണ്ട്, എല്ലാം കാണിക്കുന്നുണ്ട്. ഒരു പേര് കാര്യത്തില്ല. അമ്പലത്തിനകത്ത് നടക്കുന്നുണ്ട്. പക്ഷെ അകത്തോട്ട് കയറാൻ പറ്റില്ല. പക്ഷേ ഷൂ ഇടണം. ഞാൻ ഷൂ ഇടുന്നുണ്ട്. ഷൂ അകത്തോട്ട് കയറണം. ഇതൊരു ശിവൻ്റെ എന്തോ ടെമ്പിളാണ്. പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഗായ്സ് ഇവിടെ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ ഇത്രയും പരിപാടിയൊക്കെയാണുള്ളത്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ടെമ്പിളുണ്ട്, കാര്യങ്ങളുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. പിന്നെ ബാക്കി എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. നിങ്ങൾ തന്നെ നോക്കും എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ കുറേ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. പക്ഷേ മോമോസ് കാര്യങ്ങൾ, ഇങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് കാര്യങ്ങൾ അതൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ വേറെ കൂടുതൽ എല്ലാം കിട്ടാവുന്നില്ല. ഇപ്പോൾ ഇത്രയും ഒരു വൈബൊക്കെ നല്ല രസമുണ്ട്. ഒരു മഞ്ഞത്തൊക്കെ നിൽക്കുന്നു. എപ്പോൾ നിന്നിട്ട് ഇവിടുന്ന് ഇപ്പോഴാണ് ഒരു മഞ്ഞും കാര്യങ്ങളൊക്കെ വരുന്നത്. അല്ലേ ഫുള്ള് മഞ്ഞാളിയാണ്. ഇവിടെ വെച്ചിട്ട് എനിക്ക് വഴി കിട്ടി കേട്ടോ. എനിക്കറിയില്ല, കുറച്ച് മുമ്പ് ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഇപ്പോൾ ഞാനും കൂടെ ഇങ്ങനെ പോയതാണ്. ഒരു വഴിയാണ് കേട്ടോ. ഫുള്ള് ഒരുമാതിരി ഒരു ഇതുള്ള സ്ഥലമാണ്. കണ്ടില്ല എന്തോ അവസ്ഥ അറിയത്തില്ല. നോക്കട്ടെ. ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ നോക്കി. കുറച്ചും കൂടെ നടന്നപ്പോഴത്തേക്ക് പറയുക ഞാൻ ഇവിടെ 25 മിനിറ്റ് മറ്റേ കാട്ടിനകത്തിരുന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ 3 മണിക്കൂർ താഴോട്ട് ഇറങ്ങി പോണത്. ഞാൻ എൻ്റെ വീട്ടിൽ 3 മണിക്കൂറൊന്നും എനിക്കിറങ്ങിയപ്പോൾ വയ്യ. ഇത്രയും കാശും കൊടുത്ത് കാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അങ്ങോട്ട് എന്താ ഇങ്ങോട്ടുള്ള റിട്ടേണും ബുക്ക് ചെയ്ത് ഇങ്ങോട്ടുള്ളതും ബുക്ക് ചെയ്ത് പിന്നെ നടന്നിറങ്ങി പോകണം 2.5 3 മണിക്കൂറുണ്ട് താഴോട്ട് ഇറങ്ങി പോകാൻ. തിരിച്ചു വരുവാണ്. ചന്ദ്രഗിരി ഹിൽസ് ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇവിടെയൊക്കെ ഇതേ ഉള്ളൂ. കുറച്ച് മഞ്ഞുണ്ട് ഇവിടെ. ഇവിടെ കുറച്ചും കൂടെ ചില സമയത്തൊക്കെ ഭയങ്കര ക്ലിയർ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഇവിടെ വന്ന് പുള്ളി പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ എന്താ തിരിച്ചു പോവാണ്. നാട്ടെ അവിടുത്തെ കേബിൾ കാട്ട് വഴിയാണ് തിരിച്ചു പോകുന്നത്. 25 മിനിറ്റ് കേബിൾ കാട്ടിലിരിക്കണം. കേബിൾ കാട്ട് നേരെ അങ്ങോട്ടൊരു പോക്കാണ്. അതിനായതൊരു വൈബാണ്. അവിടെ ഒന്നും കാണാനൊന്നും പറ്റത്തില്ല. അത്യാവശ്യ സ്ഥലങ്ങളിലൊക്കെ കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. അത് സാധനം ഇങ്ങനെ തരാൻ കേട്ടോ. ഇവിടുന്ന് കയറി താഴോട്ട് പോകണം. കണ്ടോ ഓരോ കാട്ടാട്ടിങ്ങനെ പോകുന്നുണ്ട് അവിടുന്ന്. അടുത്ത കാട്ട് എപ്പോഴും വരുന്ന അറിയത്തില്ലായിരുന്നു. നോക്കട്ടെ, അടുത്ത കാട്ട് ഉടനെ വരുമായിരിക്കും. നോക്കാം, അത്രയും വെട്ടിക്കാം നമുക്ക്. ഈ ചക്ക ഒന്നും ഞാൻ ഇങ്ങോട്ട് നമ്മൾ ചക്കുന്ന അടുത്ത കാട്ട് വരുന്നുണ്ട്. അതുപോലെ തിരിച്ചേരി പോകാനാണെങ്കിൽ ഇപ്പോൾ നേരെ തിരിച്ചേരി പോകാം. താഴോട്ട് പോവാം. അടുത്ത സ്പോട്ടിൽ കൊണ്ടോ നമ്മുടെ ആൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആളെ കാണിച്ചു തരാം ഇപ്പോൾ കേട്ടോ. അങ്ങോട്ട് പോയപ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ വലിയ ആൾക്കാർ കാര്യങ്ങളൊന്നുമില്ല. അവിടെ എത്ര ഉള്ളൂ, വലിയ ആൾക്കാരൊന്നുമില്ല. ഞാൻ ഇപ്പം തന്നെ ഇതിനകത്ത് കയറി അങ്ങനെ പോകണ്ടിയോ. ഇതിനകത്ത് കയറുക, തിരിച്ച് പോവാ, താഴെ എത്തുക. 10-20 മിനിറ്റ് എടുക്കാനകത്ത്. എന്നിട്ട് ഇപ്പോൾ കാണാൻ പോലത്തെ പഞ്ഞ അവിടെ കാണാനുള്ളത് കാണിച്ചു തരാം. ഒന്നും കാണാൻ പറ്റുന്നില്ല. ബസ് കയറുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ ഇതിലെ കൂടെ കയറി വരാം. ഇതിൽ കഷ്ടപ്പെട്ട് കയറും. 4 മണിക്കൂർ എടുക്കും ഇതിലെ കൂടെ കയറി വരാൻ. അത് നമ്മളെ കണ്ട സ്ഥലമില്ലേ അവിടെ വരെ. ഇപ്പൊ നമ്മൾ ഇതിനകത്തുണ്ട് 20 മിനിറ്റുള്ളിൽ തറയെത്തും. അത്രയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്.
ഓരോ ആൾക്കാരും മുകളിലോട്ട് വരുന്നത്, നമ്മൾ താഴോട്ട് പോകും. ताळे एति यहाँ तल है नजिकै रहेछ नि तेरो मान्छेहरू हामीलाई हेरेर हाँसिरहेको है. എനിക്ക് തോന്നുന്നു കാഠ്മണ്ഡു. काठमाडौँ सिटी है ना? हाँ काठमाडौँ. पूरा काठमाडौँ है. उधर तो आपने दिखाया नहीं, उधर एक्सटेंशन वो है मेन काठमाडौँ. वो है मेन काठमाडौँ. मेन काठमाडौँ उधर है, ये आउटस्कर्ट्स है. और वो है ठमेल का लेवल का काठमाडौँ. കാണുന്നില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ കണ്ടു. ഇത്രയും കണ്ടു. ഓക്കെ, मलाई गान्डु काठमाडौँ भन्दा ठुलो त हो नि, नेपालको लार्जेस्ट भ्याली हो नि. मैले सिटी वाइज भने शान्त दाङ भने त्यो हो नि हैन, एकदम अभ्यास छैन. दुन हो नि. अब सुन न, म त भने दाङ यो भन्दा ठुलो छ भने सिटी टाइपले त म त सरप्राइज भइहाल्छ. सिटी टाइप भन्दा त्यो जियोग्राफी कस्तो ठुलो छ दाङ. सिटी त कसरी हुन्छ, के काठमाडौँ भन्दा ठुलो. दाङ തിരിച്ചെത്തിയിട്ടുണ്ട്. എന്തായാലും നല്ലൊരു പരിപാടി തന്നെയായിരുന്നു. ചന്ദ്രഗിരി ചിത്രമൊക്കെ കണ്ടു, സംഭവം ഇത്രേ ഉള്ളൂ. പക്ഷെ നല്ലൊരു വൈബായിരുന്നു കേട്ടോ. ജസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവമാണ്. നല്ലൊരു വൈബാണ്, സെറ്റാണ്. ഇവിടെ ട്രക്ക് ചെയ്ത് മുകളിലോട്ട് കയറാൻ പറ്റും. എൻ്റെ കൂടെ വന്നിപ്പോൾ ആണ്ട് കുറച്ച് ആൾക്കാർ എൻ്റെ കൂടെ ട്രക്ക് ചെയ്ത് കയറി ഒന്നല്ലേ 4.5 മണിക്കൂർ. പക്ഷേ നമുക്ക് അത്ര ഒന്നും ചെയ്യാൻ പറ്റും. ഞാൻ തിരിച്ചായിട്ട് ഇറങ്ങാൻ തന്നെ നേരത്തെ തന്നെ 3.5 മണിക്കൂർ ഇവിടെ നിന്ന് ഉണ്ടായിരുന്നു. അന്നേരത്തേക്ക് ഞാൻ തിരിച്ചു കയറുമെന്ന്. എന്നിട്ട് ഞാൻ കേബിൾ കാട്ടി കയറി തിരിച്ചിവിടെ എത്തിയതാണ്. അടുത്ത കാര്യം നോക്കട്ടെ, അതേ പരുന്നുള്ളിയാ. അപ്പോ സെറ്റ് വൈബ് ഓക്കെ. ബ്രോ, ഞാൻ പറഞ്ഞില്ലായിരുന്നു എൻ്റെ കൂടെ एक्स मिलिट्री वाला है के वही है, ये एक्स मिलिट्री वाला है जो रिटायर्ड है अभी. बस यही हम मुझे घुमा रहा है यहाँ सभी. मैं जो बताया ना वही है. भाई, आपका नाम क्या है भाई, बताओ भाई. गोपाल गुरुङ. गोपाल गुरुङ है. बहुत अच्छा गाइड है यार, यहाँ से सब कुछ घुमा दिया, सब कुछ मुझे बता दिया. सब अच्छा हो रहा है भाई. ओके, सेट है.